ആയത്തുള്ള അലി ഖംനായി അദ്ദേഹം കഴിഞ്ഞ രാത്രി കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയൊരു ഔദ്യോഗിക ഭാഗം വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നിട്ട ജീവചരിത്രവും രാഷ്ട്രീയ ജീവിതവും ഇറാനുമായി ബാധിക്കപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം വഹിച്ച പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട വിവരമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. കൂടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് വിവരം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ അറിയിക്കണം. വാട്സപ്പ് നമ്പറാണ്, അതിൽ അറിയിക്കണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. സയ്യിദ് അലി ഹുസൈനി ഖംനായി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ബാക്കി അലി ഖംനായി പിന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. സയ്യിദ് അലി ഹുസൈൻ ഖംനായി മതപണ്ഡിത കുടുംബത്തിൽ 1939 ഏപ്രിൽ മാസം 19 ഇറാനിലെ മഷദ് നഗരത്തിൽ, അത് തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്നുള്ള പ്രദേശമാണ്, അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത്. ആയത്തുള്ള എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടയാളം എന്നാണ് അതിൻ്റെ വാക്കർത്ഥം വരുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഷിയ ഇസ്ലാമിക് പഠനത്തിൽ ഉയർന്ന പഠനം പൂർത്തിയാക്കി ബിരുദാനന്തര ബിരുദവും നേടി. അതോടൊപ്പം തന്നെ ഭാഷാപരമായ രീതിയിലുള്ള നൈപുണ്യം നേടി. ഇംഗ്ലീഷ്, അറബി സംസാരിക്കാൻ അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. അത് പല അഭിമുഖത്തിലും അത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും, അറബിയിൽ സംസാരിക്കുന്ന കേൾക്കാൻ പറ്റും. ഭാഷാ പാണ്ഡിത്യ കാര്യത്തിൽ വലിയ അറിവ് നേടിയിരിക്കുന്ന വ്യക്തി. ഖുമേനിയുടെ ആയത്തുള്ള അലി റൂഹുല്ല ഖുമേനി എന്ന് പറഞ്ഞാൽ 1979 ഇസ്ലാമിക വിപ്ലവം നടത്തിക്കൊണ്ട് അവിടെ പഹ്ലവി ഭരണത്തെ അട്ടിമറിച്ച ഈ പണ്ഡിത നേതാവാണ് അദ്ദേഹം. ഖുമേനിയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹവുമായിട്ട് അടുത്ത അനുയായിയായിട്ടും പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു. 1960-70കളിൽ ഇറാനിലെ ഷാ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനെതിരെ പ്രക്ഷോഭം നടത്തിയതിന് നേതൃത്വം നൽകിയതിൽ ആയത്തുള്ള അലി ഖംനായിയുടെ പേര് കാണാൻ വേണ്ടി സാധിക്കുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പ്രധാന നേതാവായിട്ട് മാറി. 1981 ഇറാൻ്റെ പ്രസിഡന്റ് പദം അദ്ദേഹം അലങ്കരിച്ചു. പ്രസിഡന്റ് പദത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് 1981 കാലഘട്ടത്തിലാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ 2 വർഷമോ അല്ലെങ്കിൽ കുറഞ്ഞൊരു കാലയളവിൽ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. പ്രതിരോധ മന്ത്രി ആയതിനു ശേഷമാണ് പ്രസിഡന്റ് ആയത്. 81 മുതൽ 89 വരെ അദ്ദേഹമായിരുന്നു ഇറാൻ്റെ പ്രസിഡന്റ്. 1989 ഖുമേനിയുടെ മരണശേഷം റൂഹുല്ല ഖുമേനി മരണപ്പെടുന്നത് 1989 അതിനുശേഷം സുപ്രീം ലീഡറായി ഇദ്ദേഹത്തെ ഔദ്യോഗികപരമായ രീതിയിൽ എല്ലാ സംവിധാനത്തോടു കൂടി തന്നെ പണ്ഡിത സഭ തീരുമാനിച്ചു. അതിനുശേഷം അതായത് 89 ശേഷം 2026 ഫെബ്രുവരി 28 വരെ, അതായത് ഇന്നലെ വരെ അദ്ദേഹം ആ രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിയായിട്ട് മാറി. ഇറാനിൽ ഏറ്റവും ശക്തനായിരിക്കുന്ന വ്യക്തിയാണ് സുപ്രീം ലീഡർ എന്ന് പറയുന്നത്. സൈന്യത്തിൻ്റെയും റവല്യൂഷണറി ഗാർഡിൻ്റെയും നിയന്ത്രണവും പ്രസിഡന്റിൻ്റെയും പാർലമെൻറ്റിൻ്റെയും മേലെ അധികാരവും സുപ്രീം കോടതിക്ക് മേലെ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരവും സംയുക്തമായി ക്രോഡീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഇറാനിലെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുക്കാം. ജനാധിപത്യ രാജ്യമാണ് ഇറാൻ എന്നതിനാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുക്കാം, ആർക്കും മത്സരിക്കാം, അതിനൊന്നും വിഷയമല്ല. അവിടെ പ്രസിഡന്റ് പാർലമെന്റിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തുള്ള പോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരും. ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയെ പ്രസിഡന്റാണ് അവിടെ കൂടുതൽ അധികാരമുള്ള ആൾ. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു. ആ റൂട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഈ പാർലമെൻറ്റിനെ പിരിച്ചുവിടാനും പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രസിഡന്റിൻ്റെ സ്ഥാനം മാറ്റാനൊക്കെ ഇദ്ദേഹത്തിനാണ് അധികാരം. അതായത് ഈ പറയപ്പെട്ട സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളല്ല, അതൊരു താപയാണ്, ഒരു തുടർച്ചയായിട്ട് വരുന്നതാണ് എന്ന് ചുരുക്കം. അതിൻ്റെ താഴെക്കൊട്ട് വരുന്നത് എല്ലാം പാർലമെൻ്ററി സംവിധാനത്തിലൂടെയാണ് എന്നാണ് ഇറാൻ്റെ അതിൻ്റെ പൊളിറ്റിക്സ് അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. 6 കുട്ടികളാണ് ഇദ്ദേഹത്തിനുള്ളത്. 6 സഹോദരന്മാരുമാണ് ഉള്ളത്. 6 കുട്ടികൾ എന്ന് പറഞ്ഞാൽ പേര് നമുക്ക് നോക്കാം. മുജ്തബ ഖമേനി, മുസ്തഫ ഖമേനി, മസൂദ് ഖമേനി, മെയ്സൺ ഖമേനി. പിന്നെ 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളുടെ പേര് ഇതിൽ പരാമർശിച്ചിട്ടില്ല. റവല്യൂഷണറി ഗാർഡ് രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തൊക്കെ സജീവമായിട്ട് നിൽക്കുന്നവരാണ്. ഇതിൽ 4 പേരിൽ 3 പേരും മസൂദ് ഖമേനിയുടെ പേരിൽ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ബാക്കി 3 പേരും സജീവ രാഷ്ട്രീയത്തിലും രംഗത്തും ഉള്ളവരാണ് എന്ന് ചുരുക്കം.
ഇനി ഖമേനിയുടെ ഭരണകാലത്ത് നടന്നിരിക്കുന്ന വലിയ വിപ്ലവകരമായിരിക്കുന്ന സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, യുദ്ധസമാന സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം അതിജീവിച്ചത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ സംഭവം നടന്നത് എന്ന് നോക്കാം. 999 ആദ്യമായിട്ട് രാജ്യം മുഴുവനും അലയടിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം വരുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പത്രമീഡിയകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവും അതോടൊപ്പം തന്നെ ആ രാജ്യത്ത് പ്രവർത്തിച്ച ഒരു പത്രത്തിന് നിരോധനം ഏർപ്പെടുത്തിയതിനുള്ള വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം അത് രാജ്യത്തൊട്ടുക്കും, അതായത് 31 പ്രവിശ്യകളെയും സാരമായിട്ട് ബാധിക്കുന്ന രീതിയിലായിരുന്നു. എന്നാൽ അതിന് റെവല്യൂഷണറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രക്ഷോഭത്തെ ഒതുക്കാൻ വേണ്ടിയിട്ടും ജനാധിപത്യ പ്രക്രിയ രീതിയിൽ, അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് തുറന്ന ചർച്ചയിലൂടെ ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ നിയമിച്ചുകൊണ്ടും ഉത്തരവാക്കി ആ പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കി. 2009 പിന്നീട് ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു പ്രക്ഷോഭം വന്നു. ആ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ മീർ ഹുസൈൻ മൂസവി എന്ന് പറയുന്ന ആളും മെഹ്രി കറോട്ടി എന്ന് പറയുന്ന ആളും നേതൃത്വം നൽകി. അവിടുത്തെ ഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയിട്ട് പുതിയ പ്രതിപക്ഷ നേതാവായ മീർ ഹുസൈൻ മൗസവിയെ പ്രസിഡൻ്റായിട്ട് അധികാരത്തിലേറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു. അതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും അത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യം നടന്നിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആയത്തുള്ള അലി ഖമേനി അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ ഔദ്യോഗിക പ്രസിഡൻ്റായിട്ട് അംഗീകരിക്കുകയും പ്രതിപക്ഷ നേതാക്കളെ ജയിലടക്കുകയും പിന്നീട് പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കുകയും ചെയ്തു. 2017-18 കാലഘട്ടം സാമ്പത്തിക പ്രക്ഷോഭം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കറൻസിയുടെ മൂല്യ ഇടിവ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനകീയ പ്രക്ഷോഭം ഉയർന്നു. അത് കച്ചവടക്കാരിൽ നിന്ന് തുടർന്നു, പിന്നെ അത് ജനകീയ പ്രക്ഷോഭമായി. ആ പ്രക്ഷോഭം ഈ പറഞ്ഞ പോലെ രാജ്യത്തുടനീളം ഏറെക്കുറെ അലയടിച്ച പ്രക്ഷോഭമാണ്. പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലില്ലായ്മ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും സമിതിയെ നിയമിക്കുകയും ചെയ്തു. പ്രക്ഷോഭകാരികൾ ഒതുങ്ങിയിട്ടില്ല, ചില ഭാഗങ്ങൾ മാത്രം ഒതുങ്ങി, ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം അടിച്ചൊതുക്കിക്കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. പിന്നീട് 2019 ഇന്ധനവില വർധനവിനെതിരെയുള്ള പ്രക്ഷോഭം, അത് ഈ പറയപ്പെട്ട പോലെ രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭമായിട്ടാണ് അലയടിക്കപ്പെട്ടത്. 100-ലധികം പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടതായിരുന്നു. 10-10-ലധികമോ സൈനികരും കൊല്ലപ്പെട്ടു. അതായത് ജനങ്ങളും പ്രക്ഷോഭകാരികളും മുഖാമുഖം ഏറ്റുമുട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഇതിൽ ഇല്ലാത്തൊരു സംഭവം അവിടെ നടന്നു. അങ്ങനെ ഏറ്റുമുട്ടലിൽ ഇത്രയും പേർ കൊല്ലപ്പെട്ടു. പക്ഷേ പ്രക്ഷോഭം അടിച്ചോടി. 2022 മഹ്സ അമീനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധം ഇജാബ് വിഷയമായിരുന്നു. ഇജാബുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഉണ്ടായ സമയത്ത് മഹ്സ അമീനിയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഈ സ്ത്രീ കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് അത് വലിയ പ്രക്ഷോഭമായി മാറി. ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിൽ പിന്തുണ ഇറാന് നൽകി. ഭരണം അട്ടിമറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പരസ്യമായൊരു പ്രസ്താവന വന്നതും 2022 അവിടുത്തെ ആ ഭരണകൂടം മതപരമായ രീതിയിൽ വലിയ രീതിയിലുള്ള വിവേചനം കാണിക്കുന്നുണ്ട്, മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനെതിരെയാണ് അവരുടെ സംസാരങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഭരണ സംവിധാനത്തെ മാറ്റണം എന്ന് പറഞ്ഞു. അത് വല്ലാത്ത രീതിയിൽ ആഞ്ഞടിക്കപ്പെട്ടതാണ്. ഏറെക്കുറെ 500-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാരിന് അതിന് അടിച്ചൊതുക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീട് വന്ന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്താണ് 2025 സാമ്പത്തിക പ്രക്ഷോഭം. നമുക്കറിയാം, വിദ്യാർത്ഥികൾ തുടങ്ങി, കച്ചവടക്കാർ തുടങ്ങി, വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു, പിന്നീട് യുവാക്കളായി, പിന്നീട് അത് ജനകീയ പ്രക്ഷോഭമായി. 31 പ്രവിശ്യയിലും സാരമായിട്ട് ബാധിക്കപ്പെട്ടു. കറൻസിയുടെ മൂല്യ ഇടിവ്, വിലക്കയറ്റം, ഈ തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടുള്ളതായിരുന്നു. ഓരോരോ ദിവസവും കത്തിപ്പടർന്ന ഒരു പ്രക്ഷോഭമായിട്ട് അത് മാറി. അതിൽ ഇറാൻ്റെ സേന അതിലൊരു രഹസ്യ നിരീക്ഷണം നടത്തുകയും ഒരു രഹസ്യ സംവിധാനങ്ങൾ വെക്കുകയും ചെയ്തു. അവരത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: ഈ പ്രക്ഷോഭത്തിന് നേതൃത്വമില്ല, ഒരേ മുദ്രാവാക്യങ്ങളില്ല, ഏകീകരണമില്ല, നേതൃത്വമില്ല. അങ്ങനെ ആകുന്ന സമയത്ത് ഒരുപാട് പ്രക്ഷോഭകാരികൾ ന്യായപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്നു എന്ന് ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന സുപ്രീം ലീഡറോട് പറഞ്ഞ സമയത്ത് സർക്കാരിന് ഒരു നിർദ്ദേശം നൽകി അവരുമായിട്ട് സംസാരിക്കണം, ചർച്ച ചെയ്യണം, പ്രശ്നം പരിഹരിക്കണം, നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയും. സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ജനകീയ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അവരുടെ ന്യായപരമായിരിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നിർബന്ധമായിരിക്കുന്ന ബാധ്യതയാണ് എന്നതിനാൽ നിങ്ങൾ അവരെ വിളിക്കണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് ഈ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. എല്ലാ പത്രമീഡിയകളും അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ വന്നു. പ്രക്ഷോഭകാരികളെ അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ സർക്കാർ തയ്യാറാണ്, ഞങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആരാണോ പരാതിക്കാർ വരികയും പരാതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. മസൂദ് പെഷഷ്കിയാൻ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു കമ്മിറ്റി പോലുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയത്, ഒരാൾ പോലും വന്നിട്ടില്ല. അങ്ങനെ വന്ന സമയത്ത് പ്രക്ഷോഭം രൂക്ഷമായിട്ട് വരുന്നു. ആദ്യം ഏകദേശം 28 മേഖലയിലായിരുന്നു, അത് പിന്നെ 31 മേഖലയിലേക്കായി വളരെ വലിയ രീതിയിൽ അത് വ്യാപിച്ചു. അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇടപെട്ടുകൊണ്ട് പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകി. നിങ്ങൾക്ക് പറയാം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു, ഞങ്ങളിതാ എത്തിയിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അവർക്ക് വലിയ പ്രോത്സാഹനമൊക്കെ നൽകി. എന്നാൽ പ്രക്ഷോഭത്തെ സർക്കാർ റവല്യൂഷണറി ഗാർഡിൻ്റെ പിന്തുണയോട് കൂട്ടിയിട്ട് എന്ത് ചെയ്തു? പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കിയ സമയത്ത് തന്നെ 1,00,000 ആളുകൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. അമേരിക്കക്ക് അതിൽ ഇടപെടാനോ സഹായിക്കാനോ പറ്റാത്ത വിധം അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് അത് മാറി എന്നൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ അവർ പെട്ടുപോയി എന്ന് ചുരുക്കം. ആ രീതിയിലേക്കാണ് ആ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ അവസാനിച്ചത്. 2025 ജൂൺ മാസം 13-ാം തീയതി അത് ലോക ചരിത്രത്തിൽ ഇറാനെ അടയാളപ്പെടുത്തിയ ദിവസമാണ്. അന്നാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച് അവിടെ നിന്ന് അങ്ങോട്ടുള്ള 12 ദിവസം 2-3 ദിവസത്തോളം സ്തംഭിച്ചു പോയി ഇറാൻ എന്ന് പറയുന്ന രാജ്യം. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ളത്, ഇത്രയും പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കിയ സർക്കാരിന് പോലും ഒരു പ്രതിസന്ധിയായി. പക്ഷേ അവർ നിലനിൽപ്പും രാജ്യത്തിൻ്റെ സംവിധാനത്തിന് നേരെയുള്ള ആക്രമണത്തിനെയും പ്രതിരോധിച്ചേ പറ്റൂ. ആയതിനാൽ അതിൻ്റെ സംവിധാനങ്ങൾ ഉടനെ ചെയ്യണമെന്ന് ആയത്തുള്ള അലി ഖംനായി സർക്കാർ നിർദ്ദേശം നൽകി. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ സ്തംഭിച്ച് നിന്നാൽ പറ്റില്ല, ശത്രുവിനെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്നുള്ളത്. പിന്നീട് അവർ അടിയന്തരമായ പാർലമെൻറ്റ് കൂടി സൈനിക കമാൻഡറെ വിളിച്ചു വരുത്തിയിട്ട് അതിൻ്റെ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി പറഞ്ഞു. വിവിധ മേഖലകൾ വെച്ചുകൊണ്ട് ഇസ്രായേലിനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടേയിരുന്നു. ഇസ്രായേലിൻ്റെ ജീവചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യം ഇത്രയും ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് ആ രാജ്യത്തിൻ്റെ മർമ്മപ്രധാന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും 100ഓളം ആളുകളുടെ മരണത്തിനും കലാശിക്കപ്പെട്ടതാണ്. 35 മരണമാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. എന്നാൽ 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അനുമാനം. അതിൻ്റെ റഡാർ ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് റഷ്യയാണ് വിട്ടതോടനുബന്ധിച്ച് ചില ഏരിയകൾ ഇല്ല എന്ന് തന്നെ പറയാം. ആ രീതിയിലായിപ്പോയി. ഗസയാണോ ഇസ്രായേലാണോ എന്ന് മനസ്സിലാകാത്ത വിധം നാശങ്ങളും നഷ്ടങ്ങളും വിതച്ച മാരകമായിരിക്കുന്ന ഒരു യുദ്ധമായിരുന്നു അത്. അതോടുകൂടി ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന നേതാവ് ശ്രദ്ധിക്കപ്പെട്ടു. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ശ്രദ്ധിക്കപ്പെട്ടു. അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു 2025 ജൂൺ മാസം 13-ാം തീയതി ഇസ്രായേൽ നടത്തിയത്. ഈ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന സമയം പിന്നീട് ഇപ്പോൾ 2 ദിവസമായി ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചതിൻ്റെ പ്രത്യാക്രമണങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ നേരെ നിരന്തരം ആക്രമിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി, അതായത് ഇന്നലെ, അദ്ദേഹത്തെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഷഹീദായി എന്ന് ഇറാൻ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭീകര രാജ്യത്തിൻ്റെ ആക്രമണത്താൽ തങ്ങളുടെ രാഷ്ട്ര നേതാവിനെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന വൈകാരികമായിരിക്കുന്ന ഒരു പ്രസ്താവന ആ മേഖലയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അഥവാ ഈ 2026 ഫെബ്രുവരി 28 അന്നാണ് 939 തുടങ്ങി 2026 അസ്തമിച്ച വലിയൊരു രാഷ്ട്ര നേതാവിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ പ്രതിപാദിച്ചത്.